ഇപ്പം ഹിജ്റ എന്ന് പറയുന്ന വാക്ക് സഹോദരങ്ങളെ, അതിൻ്റെ അർത്ഥം ഹജറ എന്ന് പറഞ്ഞാൽ തറക്ക എന്നാണ്, ഉപേക്ഷിച്ചു എന്നാണ് അതിൻ്റെ വാക്കിനർത്ഥം. ഹിജ്റ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കൽ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇതിന് സാങ്കേതികമായ ഇസ്ലാമിൻ്റെ നിയമത്തിൽ ഇത് ഭാഷാപരമായ അർത്ഥമാണ് ഉപേക്ഷിക്കുക എന്നുള്ളത്. ഇസ്ലാമിൻ്റെ ഒരു അർത്ഥമുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞത് അൽ ഇന്തിഖാലു മിൻ ബിലാദിൽ കുഫ്രി ഇലാ ബിലാദിൽ ഇസ്ലാമി ഫിറാറൻ ബിദ്ദീൻ. ദീൻ സംരക്ഷണത്തിന് വേണ്ടി ദീനും കൊണ്ട് ഓടിയതാണ്. കുഫാറുകളുടെ രാജ്യത്തിൽ നിന്ന് ദീൻ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നില്ല. മുസ്ലിമായി ജീവിക്കുമ്പോൾ അവിടെ കൊല്ലപ്പെടുക, പ്രയാസപ്പെടുത്തപ്പെടുക, അങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരിക. ദീൻ ഉയർത്തി ജീവിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ദീനും കൊണ്ട് മുസ്ലിമീങ്ങളുടെ രാജ്യത്തേക്ക് ഒരാൾ സ്ഥലം മാറിയതാണ്. അതിനാണ് ഹിജ്റ എന്ന് പറയുന്നത്. ഇത് ഖിയാമത്ത് നാൾ വരെ ഇസ്ലാമിലുള്ള ബാക്കിയുള്ള കാര്യമാണ്. ഖിയാമത്ത് നാൾ വരെ ഉണ്ട്. ഒരാൾക്കൊരു നാട്ടിൽ നിസ്കരിക്കാൻ സാധിക്കുന്നില്ല, നിസ്കരിച്ചാൽ കൊല്ലും. അയാൾക്ക് നോമ്പെടുക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ദീനുൽ ഇസ്ലാമിൻ്റെ അടയാളങ്ങളൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. മുസ്ലിമാണോ അയാൾക്ക് അവിടെ അപായമാണ്, അവിടെ പ്രയാസമാണ്. എങ്കിൽ അയാൾ എന്ത് ചെയ്യാൻ പാടില്ല? ദീനാണ് ഉപേക്ഷിക്കുക. തൽക്കാലം ദീൻ ഉപേക്ഷിച്ചവരൊന്നും ചെയ്യില്ലല്ലോ. നമ്മളെ കച്ചവടമൊക്കെ നല്ല കച്ചവടം പിടിച്ച സ്ഥലമാണ്. അപ്പോൾ ആ കച്ചവടമൊക്കെ ചെയ്ത് അവിടെ നിൽക്കുക പാടില്ല. ഒരു മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം അവൻ അവിടെ നിന്ന് പോകാൻ സാധിക്കുമെങ്കിൽ, അവിടെ കുദറത്ത് നിർബന്ധമാണ്, കുദറത്ത് ഷർത്താണ്, ഒരാൾക്ക് പോകാൻ കഴിയും. അപ്പുറത്തൊരു നാട്ടിലേക്ക് പോയാൽ ദീൻ അനുസരിച്ച് തന്നെ ജീവിക്കാൻ ചിലപ്പോൾ ഭൗതികമായിട്ട് ചിലപ്പോൾ ഇതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും. ഭൗതികമായിട്ട് ചിലപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കി വെച്ച എസ്റ്റാബ്ലിഷ് ചെയ്ത കച്ചവടങ്ങൾ, പല കാര്യങ്ങൾ, ബാക്കിയുള്ള കുടുംബങ്ങൾ, അങ്ങനെ പലതും ചിലപ്പോൾ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും. ഉപേക്ഷിക്കണം. ദീനിനാണ് പ്രാധാന്യം. കാരണം ദീൻ ഉയർത്തിപ്പിടിക്കാനാണ്, ദീൻ അനുസരിച്ച് ജീവിക്കാനാണ് നമ്മൾ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം അതിന് സഹായകമാകുന്ന കാര്യമാണ്. അപ്പോൾ ആ ദീൻ അനുസരിച്ച് ഒരാൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടാണെങ്കിലും എന്ത് ചെയ്യണം? ദീനിന് വേണ്ടി എന്ത് ചെയ്യണം? മുൻതൂക്കം കൊടുക്കണം. ഇത് ബുദ്ധിയുള്ള എല്ലാ ആളുകളും അവരുടേതായ മേഖലകളിൽ പയറ്റിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്, അല്ലെ? ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരാൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ ആളുകൾ എന്താ ചെയ്യുക? അവിടെ തന്നെ എന്നിട്ട് എന്തെങ്കിലും തൽക്കാലം ഉള്ളതൊക്കെ പഠിച്ച് ജീവിക്കാവുന്ന ആളുകൾ തീരുമാനിക്കും? ഇല്ല. ആളുകൾ എന്താ തീരുമാനിക്കുക? നമുക്കെന്താ അപ്പുറത്തെ രാജ്യത്ത് പോയാൽ, നമുക്കെന്താ കാനഡയിലേക്ക് പോയാൽ, നമുക്കെന്താ ഇംഗ്ലണ്ടിലേക്ക് പോയാൽ, UK പോകാൻ, ഇന്ന സ്ഥലത്തൊക്കെ പോകും. അവിടെ പോയി ഇങ്ങനെ നല്ല നല്ല യൂണിവേഴ്സിറ്റി പോയി പഠിച്ചു വരാം. ഇവിടെ അങ്ങനെ വെറുതെ എന്നിട്ട് നമ്മളങ്ങനെ പഠിക്കാതിരിക്കേണ്ട. കാരണം എന്താണ്? ഭൗതികമാണ് അവർ താല്പര്യപ്പെടുന്നത്. അപ്പോൾ ആ വിഷയത്തിന് ഈ നാട് വിട്ട് പോയാലാണ് നമുക്ക് ആ വിഷയത്തിൽ മികവുണ്ടാവുക. അപ്പം അതേപോലെ തന്നെയാണ് ദീൻ ഒരാൾക്ക് ഇവിടെ ദീൻ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, ദീൻ ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അയാൾ ആ ദീൻ ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്ന സ്ഥലം ഉണ്ട്, അയാൾക്ക് പോകാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ആ പോകൽ നിർബന്ധമായ കാര്യമാണ് എന്നാണ്. എന്നാൽ ഒരാൾക്ക് അങ്ങനെ ഇല്ല, അൽഹംദുലില്ലാഹ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ ദീൻ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ വലിയ ശുക്ർ പറയേണ്ട കാര്യമാണ്. അള്ളാഹുവിൻ്റെ ദീൻ ഇങ്ങനെ സംഘടിപ്പിക്കാനും സംസാരിക്കാനും, ഒരു പൊതുവേദിയിൽ പോലും, അല്ല പൊതു സദസ്സിൽ പോലും, ഒരു റോഡരികിൽ പോലും നമുക്ക് അള്ളാഹുവിൻ്റെ ദീൻ, തൗഹീദ്, അത് ഉജ്ജ്വലമായി സംസാരിക്കാനൊക്കെ സാധിക്കുന്നുണ്ട് ഈ നാട്ടിൽ. അൽഹംദുലില്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിഅമത്തിനെ നമ്മൾ ചെറുതായി കാണാൻ പാടില്ല. മറ്റനേകം രാജ്യങ്ങൾ ചിലപ്പോൾ ഇല്ലാത്തതായ ഒരു അനുഗ്രഹം ഈ നാട്ടിലുണ്ട് എന്നുള്ളത് നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പം അങ്ങനെ നമുക്കുണ്ട്, അവിടെ ദീൻ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് നിർബന്ധമില്ല ഒരു ഇസ്ലാമിക രാജ്യത്തേക്ക് മാറി താമസിക്കുക എന്നുള്ളത് നമുക്ക് നിർബന്ധമില്ല. അപ്പോഴും പണ്ഡിതന്മാർ പറയുകയാണ് മുസ്തഹബാണ്, നല്ലതാണ്. കാരണം ഒന്നുകൂടി ദീനുൽ ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ ലാഹിറായി പ്രകടമായി ഉണ്ടാകുന്ന ഒരു നാടാണെങ്കിൽ അവിടേക്ക് പോകുക എന്നുള്ളത് വളരെ പ്രതിഫലാർഹമായ കാര്യമാണ്. ഒരാൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. എന്നാൽ ചില കൂട്ടർക്ക് അത് മുസ്തഹബല്ല. ആർക്കാണത്? ഈ നാട്ടിൽ മുസ്ലിമീങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ സാധിക്കുന്ന, ദീനുൽ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ആളുകളെ പഠിപ്പിക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെയുള്ള മസ്ജിദുകളിൽ ഇമാമത്തോ മറ്റോ ഒക്കെ ഏറ്റെടുത്തിട്ടുള്ള, അങ്ങനെ ദീനിൻ്റെ മസ്ലഹത്ത് അത് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെയുള്ള നാട്ടിൽ തന്നെ നിൽക്കലാണ് നല്ലത്. അവർക്ക് ഇങ്ങനെയുള്ള നാടുകളിൽ നിൽക്കാനാണ് നല്ലത്. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അതല്ലാത്ത രാജ്യങ്ങളിൽ ഒരാൾക്ക് പോകാനുള്ള കുതിരത്തുണ്ട്, അതിനുള്ള സാധ്യതയുണ്ട് എങ്കിൽ അതാണ് അവർക്ക് അഫ്ളൽ എന്നാണ്. അപ്പോൾ ഹിജ്റയുമായി ബന്ധപ്പെട്ട ചെറിയൊരു വിശദീകരണമാണ് സഹോദരങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും. ചില ആൾ ഹിജ്റ എന്നൊക്കെ പറഞ്ഞ ഒരു ഭീകരമായ സംഭവം പോലെയൊക്കെ അവതരിപ്പിക്കും. ഒന്നുമില്ല, വളരെ എളുപ്പമുള്ള കാര്യമാണ്. നമ്മൾ ദുനിയാവിന് വേണ്ടി പല കാര്യങ്ങളും അത് നല്ലത് കിട്ടാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോകുന്നത് പോലെ ദീൻ എവിടെയാണോ നല്ലതായിട്ട് നമുക്ക് നന്നായി നിസ്കരിക്കുക, ആരും നമ്മൾ ചോദിക്കാനില്ല. നമുക്ക് അൽഹംദുലില്ലാഹ് ബാങ്ക് കേൾക്കുന്നു, പള്ളിയിലേക്ക് പോകുന്നു, ഇസ്ലാമികമായ വേഷം ധരിക്കുന്നു, ആരും നമ്മളെ കളിയാക്കാനില്ല, പ്രയാസപ്പെടുത്താനില്ല, നല്ല രീതിയിൽ ദീൻ അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു മേഖലയിലേക്ക് മാറി താമസിക്കുക എന്നതാണ് ഹിജ്റ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഹിജ്റ എന്ന് പറഞ്ഞാൽ അവിടെ പോയി നിന്നിട്ട് ഈ നാട്ടിനെതിരെ തിരിയുക, അങ്ങനെയൊന്നുമല്ല. ചില ആളുകൾ അങ്ങനെ ഹിജ്റ എന്ന് പറഞ്ഞാൽ ഇവർ അവിടെ പോയി ഇന്ന് പിന്നെ ഇനി അവിടെ വേറെന്തോ പ്ലാനിങ് ചെയ്ത് ഇവിടെയുള്ള ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, അങ്ങനെയല്ല ഹിജ്റ എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മളെ ദീൻ ഉയർത്തി പിടിക്കണം. ദീനിനാണ് നമുക്ക് എപ്പോഴും പ്രാധാന്യം. അതിനുവേണ്ടി നല്ലൊരു സ്ഥലത്തേക്ക് മാറുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരി, എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഹിജ്റയെക്കുറിച്ച് എടുത്തു പറഞ്ഞത്? കാരണം ഹിജ്റ ഏറ്റവും അഫ്ളലായ ഒരു ഇബാദത്താണ്. ഹിജ്റ ഏറ്റവും അഫ്ളലായ ഒരു ഇബാദത്താണ്. ഹിജ്റ ചെയ്തു കഴിഞ്ഞാൽ ഹദീസുകളിൽ കാണാൻ സാധിക്കും, ഹിജ്റയും ഹജ്ജും രണ്ട് കാര്യങ്ങൾക്കുള്ള പ്രത്യേകതയാണ്. കഴിഞ്ഞു പോയ അമലുകളെല്ലാം തന്നെ, അഥവാ കഴിഞ്ഞു പോയ തിന്മകളെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് ശേഷം
പുറത്തു തരുന്നതായിരിക്കും. ഹജ്ജ് അങ്ങനെ തന്നെയാണ്. ഒരാൾ ഹജ്ജ് സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഹജ്ജ് കബൂലായി കഴിഞ്ഞാൽ അയാളെ കയ്യിന് പോയ പാപങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു വരും. അതേപോലെ തന്നെ ഹിജ്റ ഫضലുള്ള കാര്യമാണ്. അയാളുടെ കയ്യിന് പോയ പാപങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു വരുന്ന കാര്യം. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജനിച്ച നാട്, ജനിച്ച ആ സ്ഥലം, അതിനോടൊക്കെ നല്ല ഹുബ്ബുൻ ത്വബീഇ, ഒരു പ്രകൃതിപരമായ ഒരു സ്നേഹം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പം അതൊക്കെ ഒഴിവാക്കിയിട്ട് ദീനിന് വേണ്ടി അവൻ പോവുകയാണ്. അവൻ ഇഷ്ടപ്പെടുന്ന കാലാവസ്ഥ, അവൻ ഇഷ്ടപ്പെടുന്ന പലതുമുണ്ട്. പക്ഷെ ദീൻ മാത്രം അവിടെ പാലിക്കാൻ സാധിക്കില്ല. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ പോട്ടെ അല്ലെ. ആലോചിച്ച് നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഏറ്റവും അവർക്ക് ഇഷ്ടപ്പെട്ട നാടായിരുന്നു മക്ക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്ക അത്ര ഇഷ്ടപ്പെട്ട നാടാണ്. അവരുടെ കുടുംബങ്ങൾ ഒന്നാകെ ജീവിക്കുന്ന നാടാണ്. പക്ഷേ ദീൻ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നില്ല. പ്രയാസപ്പെടുത്തുക, ബുദ്ധിമുട്ടിക്കുക, കൊല്ലാൻ സാധിക്കുന്നവരൊക്കെ കൊല്ലുക, ഇങ്ങനെയുള്ള ഉപദ്രവങ്ങളും പീഡനങ്ങളും ഒക്കെ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ആ ദീൻ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. ഏറ്റവും കുറഞ്ഞത് ദീനിലേക്ക് ആളെ ക്ഷണിക്കുന്ന പരിപാടിയെങ്കിലും നിർത്തിയാൽ മതിയായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിലേക്ക് ആളെ ക്ഷണിക്കണം, ആളുകൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കണം. നാട് മാറി മദീനയിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ഖിയാമത്ത് നാൾ വരെ ബാക്കിയുള്ള ഒരു കാര്യമാണ്. വളരെ ഫضലുള്ള ഒരു അമലാണ്. അതേപോലെ പണ്ഡിതന്മാർ ഹിജ്റ എന്നുള്ളതിന് വേറൊരർത്ഥം കൂടിയുണ്ട്. അത് ഹജ്റു മഅസിയത്തിനി ഇല ത്വാഅ, തിന്മകൾ ഉപേക്ഷിച്ച് ഒരാൾ നന്മയിലേക്ക് വരുന്ന ഒരു ഹിജ്റയാണ്. അത് എപ്പോഴും നമ്മൾ ചെയ്തേണ്ട ഒരു കാര്യമാണ്. തിന്മകൾ, ഒരു തിന്മയിൽ നമ്മളുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ഹിജ്റയാണ്. തിന്മ ഉപേക്ഷിച്ചിട്ട് നന്മയിലേക്ക് നമ്മൾ വരിക. നമ്മൾ തിന്മയിൽ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ടാകും. ആ തിന്മകൾ, ഹറാമുകൾ ഉപേക്ഷിച്ച് നന്മയുടെ വഴി തിരഞ്ഞെടുക്കുക എന്നുള്ളത് അത് ഹിജ്റയാണ്. അതേപോലെ പണ്ഡിതന്മാർ പറഞ്ഞാണ്, മുസ്ലിമീങ്ങളുടെ രാജ്യം തന്നെ ആയിരിക്കാം, പക്ഷേ ആളുകൾ നല്ല താഴത്തുള്ള സ്ഥലങ്ങളുണ്ട്, ആളുകൾ നന്നായി ദീനിയായി ജീവിക്കുന്ന സ്ഥലം ഉണ്ടാവും. ആ സ്ഥലത്തേക്ക്, അഥവാ തെമ്മാടികളായ ആളുകളുടെ കൂട്ടത്തിൽ നിന്നും ദീനിയായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിലേക്ക് മാറുക എന്നുള്ളത് അത് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഈ നാട്ടിൽ തന്നെ ഈ നാട്ടിൽ നമ്മൾ പറഞ്ഞ അൽഹംദുലില്ലാഹ് ദീൻ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നു. പക്ഷേ ചില സ്ഥലത്തേക്ക് നമുക്ക് മാറി കൂടുതൽ ദീനിയായിട്ട് നമുക്ക് മികവ് ഉണ്ടാകും, അല്ലെങ്കിൽ ദീനുമായി ബന്ധപ്പെട്ട ഇൽമുകളും മറ്റുമൊക്കെ ലഭിക്കുന്ന സദസ്സുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അത്തരം സ്ഥലങ്ങളിലേക്ക് ഒരാൾ മാറുകയാണെങ്കിൽ നല്ല കാര്യം തന്നെയാണ്. അത് നല്ല കാര്യം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക.